ഹായ്, ഏവർക്കും AR വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 9, യൂറോപ്പ് ദിനം. യൂറോപ്പിലുടനീളം സമാധാനവും ഐക്യവും ആഘോഷിക്കാൻ വേണ്ടിയുള്ള ദിവസം. 1950 ചരിത്ര പ്രസിദ്ധമായ ഷുമാൻ പ്രഖ്യാപനത്തിൻ്റെ വാർഷികവുമാണ് മെയ് 9. യൂറോപ്യൻ ഏകീകരണത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആധുനിക യൂറോപ്യൻ യൂണിയൻ്റെയും തുടക്കമായിരുന്നു ഈ പ്രഖ്യാപനം. ദിനാഘോഷം. യൂറോപ്പ് ദിനത്തിൽ യൂറോപ്യൻ പാർലമെൻറ്റ്, യൂറോപ്യൻ കമ്മീഷൻ, യൂറോപ്യൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മിറ്റി എന്നിവ സന്ദർശിക്കാനായി പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. യൂറോപ്യൻ യൂണിയനെക്കുറിച്ച് അവബോധം വളർത്താൻ സംവാദങ്ങളും സാംസ്കാരിക പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. പ്രവർത്തനങ്ങൾ. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളെ അറിയാൻ ഈ ദിവസം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ അഭ്യർത്ഥന. ഓരോ രാജ്യത്തിൻ്റെയും പതാകകൾ പഠിക്കുക, ഭൂപടം തയ്യാറാക്കുക, വ്യത്യസ്ത സംസ്കാരങ്ങൾ അറിയുക തുടങ്ങിയവയാണ് മറ്റു പ്രവർത്തനങ്ങൾ. ഷുമാൻ പ്രഖ്യാപനം. സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയുടെ പൊതുവായ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ ധാർമ്മിക അധികാര കേന്ദ്രമായി വർത്തിച്ച ഷുമാൻ സാമ്പത്തിക മേഖലയിൽ യൂറോപ്യൻ ഐക്യത്തിനു വേണ്ടി വാദിച്ചു നടത്തിയ വിഖ്യാത പ്രസംഗമാണ് ഷുമാൻ പ്രഖ്യാപനം ആയി അറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ വൻകരയിലെ 27 രാജ്യങ്ങൾ ചേർന്നുള്ള സംഘരാഷ്ട്രമാണ് യൂറോപ്യൻ യൂണിയൻ. 1992 മാസ്ട്രീറ്റ് ഉടമ്പടിയിലൂടെയാണ് ഈ ഏകീകൃത രാഷ്ട്രീയ സംവിധാനം നിലവിൽ വന്നത്. ഏകീകൃത കമ്പോളം, പൊതുനാണയം, പൊതു കാർഷിക നയം, പൊതു വ്യാപാര നയം, പൊതു മത്സ്യബന്ധന നയം എന്നിവയാണ് യൂണിയന്റെ സവിശേഷതകൾ. പൊതു പൗരത്വമില്ലെങ്കിലും അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് യൂണിയനിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. യൂറോപ്പിൻ്റെ പിതാവ്. യൂറോപ്പിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന റോബർട്ട് ഷുമാൻ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പ്രഥമ പ്രസിഡന്റും യൂറോപ്യൻ യൂണിയൻ്റെ ശില്പികളിൽ ഒരാളുമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഐക്യത്തെ സംബന്ധിച്ച് ഷുമാൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് പിന്നീട് യൂറോപ്യൻ യൂണിയന് തന്നെ വഴിയൊരുക്കിയത്. ഈ ദിനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നിങ്ങളുടെ കാതുകളിൽ എത്തിച്ചത് AR വോയിസ്. So like, share, subscribe and support. Thank you.